അസ്സാമലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി സ്നാക്കാണ്. സ്നാക്ക് എന്ന് പറയുന്നത് ഒരു ബട്ടർ ചിക്കൻ സമൂസ എല്ലാം കൂടിയിട്ട് അതിൻ്റെ ഔട്ടർ കോട്ടിങ്ങും വേറെ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ പറയാം. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് പൊടി ഉപ്പും 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. നമ്മൾ പുട്ടിന് വയ്ക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് ആദ്യം എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇത് കുറച്ച് ഒരു ഇതൊരു കുറച്ച് ഡഫാണ്. ചെറുങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതാദ്യം മിക്സാക്കി എല്ലാം കൂടിയിട്ട് യോജിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. 2 കപ്പ് പൊടിയാണെങ്കിലും സാധാരണ നമ്മൾ 1 കപ്പാണ് വെള്ളം എടുക്കുന്നത്. പക്ഷേ ഇത് കുറച്ചായിട്ട് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. പിന്നെ വെള്ളം ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കറുത്ത ജീരകം ഞാൻ എടുക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒരു ടഫായിട്ട് നമ്മളിങ്ങനെ ഒരു വലിക്കുമ്പം സ്മൂത്തല്ല, ഡഫ് ഒന്ന് കുറച്ച് റഫായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് കവർ ചെയ്ത് കുറച്ച് സമയം വെക്കണം. അപ്പോൾ ഓയിൽ ഇങ്ങനെ ജസ്റ്റ് മിനിമം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഇത് എന്നിട്ട് കവർ ചെയ്തിട്ട് കുറച്ച് സമയം വെക്കാം, നമ്മളെ ഫില്ലിങ് റെഡി ആകുന്നവരെ. നമ്മൾ ഫില്ലിംഗ് എന്ന് പറയുന്നത് ബട്ടർ ചിക്കൻ്റെ ഒരു മെത്തേഡ്. നമ്മൾ ഈ സാധാരണ ബട്ടർ ചിക്കൻ വേണ്ടിയിട്ട് കറി ആക്കുന്നില്ല, ഏകദേശം ആ ഒരു മെറ്റീരിയൽ വിതൗട്ട് ഗ്രേവി. അപ്പം ചിക്കൻ എടുത്തിട്ട് നമ്മൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള തൈരും ഉപ്പും മുളകൊക്കെ മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് മാരിനേറ്റ് ആക്കി വെക്കുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവും. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത് കുറച്ച് അതാണ് മാരിനേറ്റ് ആക്കി വെക്കുക, ഒരു അരമണിക്കൂർ മാത്രം. പിന്നെ വേറൊരു ഫ്രൈങ് പാൻ നമുക്ക് സോസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉള്ളി, ഒരു തക്കാളി, 1 ടീസ്പൂൺ ഓറിഗാനോ കൂടിയിട്ടാണ് ഞാൻ ഇത് സോട്ടേ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ മാത്രം. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും റെഡ് ചില്ലി ഫ്ലേക്സുമാണ് ചേർത്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ചിക്കനിൽ മാരിനേഷൻ ആകുമ്പം ഞാൻ അതിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത്ര സ്പൈസ് മാത്രമേ ഈ സ്നാക്കിന് വേണ്ടൂ. അപ്പോൾ ഓറിഗാനോയും കൂടി ലാസ്റ്റ് ഇതിലും കൂടിയിട്ട് ഇട്ടിട്ട് ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്കിത് ശരിക്കും തണുക്കാൻ വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഗ്രൈൻഡ് ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി വെക്കുന്നത്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഫാൻ്റെ അടിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ വേഗം പെട്ടെന്ന് തന്നെ ഇതൊന്ന് ആറാൻ വെക്കാം. പിന്നെ ആ സെയിം ഓയിലിൽ തന്നെ ഞാൻ ഓയിലൊന്നും ഒഴിക്കുന്നില്ല, അതേ ഓയിലിൽ തന്നെയാണ് ഞാൻ ഈ ചിക്കനും കൂടി പൊരിച്ചെടുക്കുമ്പം കുറച്ച് ഈ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഗ്രൈൻഡർ ആക്കിയ പേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അത് തക്കാളിൻ്റെ ഉള്ളിൻ്റെ ഒക്കെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അരക്കുമ്പം കുറച്ചൊന്ന് പേസ്റ്റ് മാത്രമേ വെള്ളം ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് അരച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിത് കണ്ടില്ലേ, കുറച്ചൊരു നന്ന ഫ്രൈ അല്ല, പക്ഷേ ഒരു പരങ്ങിയ ഒരു മിക്സ് പോലെ. ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ പേസ്റ്റ് രൂപത്തിൽ തന്നെ മിക്സാക്കി കൊടുത്തിട്ട് ആ ചിക്കൻ നല്ലോണം ഉടച്ചു കൊടുക്കുക. അപ്പോൾ ചിക്കൻ നല്ലോണം ഉടച്ച് കഴിഞ്ഞിട്ടാണ് ഫ്ലെയിം ഓഫ് ആക്കലല്ല, ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ടീസ്പൂണിൻ്റെ അത്ര ഫ്രഷ് ക്രീമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് തന്നെ വേഗം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് തണയാൻ വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഡഫെല്ലാം കൂടിയിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ ഈ സമൂസ, നോർത്ത് ഇന്ത്യൻ സമൂസ ഇല്ലേ, അത് ആ രീതിയിലാണ് നമ്മളിത് പരത്തി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ രീതിയിൽ തന്നെ ഇത് ഫ്ലാറ്റ് ആക്കണം. നല്ലോണം ഫ്ലാറ്റ് ആക്കിയിട്ട് ചെറുങ്ങനെ പൊടി ഞാൻ ചേർക്കുന്നില്ല. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഓരോ ഉരുളകൾ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സമൂസേൻ്റെ കോട്ടിങ് ചെയ്തെടുക്കുന്നത്. ഫോൾഡിങ് മെത്തേഡ് വേറെ തന്നെയാണ്. നോർമലായിട്ട് ഇല്ല നമ്മൾ കട്ടറോ ഉപയോഗിക്കുന്നത് അങ്ങനത്തെ ഒന്നുമല്ല. നമ്മൾ കൈക്ക് ഇത് എടുത്തിട്ട് നിങ്ങൾ ഏത് സൈസ്, ഇതിപ്പോൾ ചെറിയ സമൂസേന്നാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കാട്ടും വലുത് വേണമെങ്കിൽ നിങ്ങൾ സർക്കിൾ കുറച്ചും കൂടി വലുതാക്കിയിട്ട് പരത്തിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഞാൻ മൈദൻ്റെ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് സൈഡൊക്കെ ഒന്ന് ഗ്ലൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം നിങ്ങളിത് നോക്കുക, സെറ്റാക്കി വെക്കുക. നിങ്ങളെ കൈക്ക് ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ ആയും ചെയ്യും. ഒരു വേസ്റ്റ് പീസും അങ്ങനത്തെ ഒന്നും വരുന്നില്ല. നമ്മൾ മാവന്നെ എടുക്കുന്നതാണ്. ഇപ്പോൾ ഇതേ അളവിൽ തന്നെ നിങ്ങൾ അളവ് നോക്കിയാൽ മതി. ചിലർക്ക് പെർഫെക്റ്റായിട്ട് വേണം സമൂസ, ചെറുതും വലുതൊന്നും ആകാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് അളന്നിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ പാർട്ടിക്കെല്ലാം കൊടുക്കുമ്പോൾ ഒരുപോലെ ആകണമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാനാണെങ്കിൽ പെർഫെക്റ്റായിട്ട് ഈ ഒരു സമൂസ ഈ രീതിയിൽ ചെയ്താൽ മതി.
ഇപ്പോൾ ഫില്ലിങ് ആക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് സ്പൂൺ ഉപയോഗിച്ചിട്ടില്ല, കാരണം അടിഭാഗത്ത് ആദ്യം കുറച്ച് പീസ് വെച്ചിട്ടാണ് ഞാനിത് ബാക്കിയുള്ള പീസൊക്കെ ഫില്ലിങ് ചെയ്യുന്നത്. കാരണം അടിയിൽ ഈ കോൺ ഷേപ്പ് അല്ല, അപ്പോൾ അടിയിൽ ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം വേറൊന്നും ഇല്ലല്ലോ, ഇതിൽ ജസ്റ്റ് ചിക്കൻ പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ചിക്കൻ നല്ലോണം ഉടച്ചിട്ടാണ് ഇത് ഫില്ലിങ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം അത് അടിയിൽ ഇങ്ങനെ പ്രസ്സാക്കി കൊടുത്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ സമൂസ റെഡിയാക്കുന്നത്. ഇത് ടേസ്റ്റ് വേറെ തന്നെ ടേസ്റ്റാണ്. നമ്മൾ കറുത്ത ജീരകമെല്ലാം ഇടുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ആ ഒരു വേറെ തന്നെ ടേസ്റ്റ് വരുന്നുണ്ട്. ആ ജീരകത്തിൻ്റെ മണമൊക്കെ ഉണ്ട്. പിന്നെ ഇതിങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീസറിലും ആക്കി വെക്കാം. ഞാനിത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ചെയ്യുന്നതാണ്, ഞാൻ ഫ്രീസറിലൊന്നും വെക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഒരു സ്നാക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്തതാണ്. അപ്പം ഇതിപ്പോൾ നോമ്പിനേക്കും നിങ്ങൾക്ക് ഈ മറ്റേ ബ്രസ്റ്റ് പീസ് ഉണ്ടെങ്കിൽ കുറച്ചൊരു 250 grams ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്, വലിയ പണിയൊന്നും ഇല്ല. അപ്പം ഇത് ഫ്രൈ ചെയ്യുമ്പം തന്നെ ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ട് മീഡിയം ഹീറ്റിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ തൊലി കുറച്ച് തിക്നെസ് കൂടുതലാണ്, നേരിയ തൊലിയല്ല. അപ്പം നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പം ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇത് ഒരു വെറൈറ്റി ബട്ടർ ചിക്കൻ സമൂസയാണ് ഇവിടെ ആക്കിയിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്യുക ഈ നോമ്പിന്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം ഉള്ളിയും പച്ചമുളകും ഇഞ്ചി അങ്ങനത്തെ ഒന്നും ഒരു കാര്യങ്ങളും ഇല്ല. ജസ്റ്റ് ഒരു പേസ്റ്റ് ആക്കുക, എന്നിട്ട് നമ്മൾ ചിക്കൻ ഇങ്ങനെ ഉടച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതുകൊണ്ട് ആ ഒരു കറക്റ്റ് ബട്ടർ ചിക്കൻ്റെ ആ ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ നോമ്പിനേക്ക് ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത റെസിപ്പി വരുന്നവരെ നമുക്ക് കാണാം.